ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കുന്നതാണ്. വീട്ടിൽ തന്നെ നല്ല ശർക്കര മൈലാഞ്ചി അല്ലെങ്കിൽ ജീരക മൈലാഞ്ചി എന്നൊക്കെ പറയല്ലോ, നല്ല റെഡ് കളറാവുന്ന പെട്ടെന്ന് തന്നെ ചുവക്കുന്ന നല്ല മൈലാഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നും ശരിയാവാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. മെയിനായിട്ട് ജീരകമാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ ജീരകം, ചെറുതും വലുതും ഓരോ ടേബിൾ സ്പൂൺ വേണം. പിന്നെ ചായപ്പൊടി 1 ടേബിൾ സ്പൂൺ വേണം. അതേപോലെ ഞാൻ കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നെ കുറച്ച് കട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര 8 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സി യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ പൊടിയാണ് നമ്മൾ ഇതുപോലെ പൊടിഞ്ഞു വരും കേട്ടോ. നല്ല പോലെ പൊടിഞ്ഞു വരും. നമ്മളെ ചായപ്പൊടിയും പഞ്ചസാരയും ജീരകവും എല്ലാം കൂടി നല്ല പോലെ മിക്സായി വരും. ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ചുറ്റുമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അടിയിൽ നല്ല പോലെ ഒന്ന് ചുറ്റും ഇട്ട് കൊടുക്കുക. നടുക്ക് ചെറിയൊരു പോർഷൻ നമ്മൾ നിർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നടുക്കുള്ള പോർഷനിൽ നമ്മൾ ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അവിടേക്ക് എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ടൈൽസിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഞാനിവിടെ സ്റ്റീലിൻ്റെ ചെറിയൊരു ഗ്ലാസ്സാണ് വെച്ച് കൊടുത്തത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ട വെള്ളമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ അത് എന്നിട്ട് ചൂടാക്കുമ്പോൾ ആ വെള്ളം ചൂടായി തോന്നുമ്പോൾ ആ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ചെറിയ പാത്രമാണല്ലോ വെച്ചത്, അതിപ്പോൾ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് വേറെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരുപാട് ചൂടായി വെക്കില്ല, ഒന്ന് ചൂടാകുമ്പോഴേക്ക് പിന്നെ ഞാൻ തണുത്ത വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയത്തിലോ ഇട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കുക. അപ്പം പിന്നെ നമ്മൾ അത് റെഡി ആയതിന് ശേഷം നമ്മൾ ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റിന് ശേഷം ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല പോലെ അതിൻ്റെ വെള്ളം കിട്ടും. അത് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് അതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാം. ഒരു 2 ഇഡൽ ഇടുമ്പോഴേക്ക് തന്നെ നല്ലോണം ചോക്കും. ഇനി 1 ഇടലിട്ടാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചോക്കുന്നുണ്ട്, നല്ല ഇത് വരുന്നുണ്ട്, സ്റ്റെയിൻ വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ.